ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. ഓക്കെ, ഇന്ന് ഒരു സ്പെഷ്യൽ കൈൻഡ് ഓഫ് റീഡിംഗ് ആണ്. ഇതൊരു മാനിഫെസ്റ്റേഷൻ വീഡിയോ ആയിട്ട് നിങ്ങൾ കണക്കാക്കുക. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ടോപ്പിക്ക് വിൽ ദേ കം ബാക്ക് ടു യു വിത്തിൻ ദിസ് 48 hours. ഈ ഒരു 48 hours നിങ്ങളുടെ പേഴ്സൺ നിങ്ങളുടെ അരികിലേക്ക് തിരികെ വരുമോ എന്നുള്ളതാണ്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ദയവായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, അതുപോലെ തന്നെ ജെൻഡർലെസ്സുമാണ്, ടൈംലെസ് വീഡിയോ ആണ്. ഈ വീഡിയോ നിങ്ങളെപ്പോൾ കാണുന്നു ആ ഒരു ടൈമിൽ വാലിഡ് ആയിരിക്കുന്നതാണ്. ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് എല്ലാ പേർക്കും ഒരുപോലെ റെസനേറ്റ് ആവില്ല. നിങ്ങളുടെ സിറ്റുവേഷനായിട്ട് മാച്ച് ആവുന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ പോസിറ്റീവായിട്ട് എടുക്കുക, അല്ലാത്ത കാര്യങ്ങൾ വിട്ടേക്കുക. ഡീപ്പായിട്ട് മെഡിറ്റേറ്റ് ചെയ്യുക, കോൺസെൻട്രേറ്റ് ചെയ്യുക, പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യുക. എന്നതിന് ശേഷം വീഡിയോ തുടർന്ന് കാണുക. ഓക്കെ, ലെറ്റ്സ് സീ വിൽ ദേ കം ബാക്ക് ടു യു വിത്തിൻ ദിസ് 48 hours. ഈ ഒരു 48 hours നിങ്ങളുടെ പേഴ്സൺ നിങ്ങളുടെ അരികിലേക്ക് തിരികെ വരുമോ? വിൽ ദേ കം ബാക്ക് ടു യു വിത്തിൻ ദിസ് 48 hours. ഈ ഒരു 48 hours നിങ്ങളുടെ പേഴ്സൺ നിങ്ങളുടെ അരികിലേക്ക് തിരികെ വരുമോ? 48 hours നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് തിരികെ വരുമോ? ബാക്ക് ടു യു വിത്തിൻ ദിസ് 48 hours. ഈ ഒരു 48 hours നിങ്ങളുടെ പേഴ്സൺ നിങ്ങളുടെ അരികിലേക്ക് തിരികെ വരുമോ? Will they come back to you within this 48 hours? നിങ്ങളുടെ പേഴ്സൺ ഈ ഒരു 48 hours നിങ്ങളുടെ അരികിലേക്ക് തിരികെ വരുമോ? Give me the correct answer for this. Within this 48 hours will they come back to you? 48 hours നിങ്ങളുടെ പേഴ്സൺ നിങ്ങളുടെ അരികിലേക്ക് വന്നു ചേരുമോ? Will they come back to you within this 48 hours? Card final clarification. Will they come back to you within this 48 hours? Okay, നമുക്ക് നോക്കാം. ഈ ഒരു 48 hours നിങ്ങളുടെ പേഴ്സൺ നിങ്ങളുടെ അരികിലേക്ക് വന്നു ചേരുമോ? ഓക്കെ, ട്വിൻ ഫ്ലെയിം. ഓക്കെ, തീർച്ചയായിട്ടും ഇത് പലർക്കും ഒരു ട്വിൻ ഫ്ലെയിം കണക്ഷനിലുള്ള റിലേഷൻഷിപ്പ് ആണെന്നാണ് കാണുന്നത്. അതായത് ഈ ഒരു സമയത്ത് നിങ്ങൾ ചിലപ്പോൾ സെപ്പറേഷനിലാണെങ്കിൽ പോലും നിങ്ങളുടെ ട്വിൻ ഫ്ലെയിം എനർജി അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളുടെ അരികിലേക്ക് വരാൻ ആഗ്രഹിക്കുന്നുണ്ട്. നിങ്ങളുടെ പ്രണയം ഈ വ്യക്തി മനസ്സിലാക്കുന്നുണ്ട്. അതിൻ്റെ ഡെപ്ത് എത്രത്തോളമാണ് എന്നുള്ളത് ഈ വ്യക്തി മനസ്സിലാക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു സെപ്പറേഷൻ ടൈമിൽ ആ വ്യക്തി ഏറ്റവും കൂടുതൽ മനസ്സിലാക്കിയിട്ടുള്ളതും അവരുടെ ആ ഒരു ഡെസ്റ്റിൻഡ് പാർട്ട്ണർ, അതായത് അവരുടെ ലൈഫ് പാർട്ട്ണറായിട്ട് പെർഫെക്റ്റ് ആയിട്ടുള്ളൊരു വ്യക്തി നിങ്ങളാണ് എന്നുള്ള കാര്യം ഈ വ്യക്തി ഇപ്പോൾ റിയലൈസ് ചെയ്യുന്നുണ്ടെന്നാണ് കാണുന്നത്. ഇപ്പോൾ ആ വ്യക്തിക്ക് നിങ്ങളോട് വല്ലാത്തൊരു അട്രാക്ഷൻ തോന്നുന്നുണ്ട്, അത്രയും ഡീപ്പായിട്ടുള്ളൊരു കണക്ഷൻ ഫീൽ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ രണ്ടുപേരുടെ ഭാഗത്തും പല തെറ്റുകളും സംഭവിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ പരസ്പരം നിങ്ങൾ കുറ്റപ്പെടുത്താതെ ഈ റിലേഷൻഷിപ്പിന് വേണ്ടിയിട്ട് ഇനിയും ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. പരസ്പരം ക്ഷമിക്കുവാനും അതുപോലെ തന്നെ പല കാര്യങ്ങളും അക്സെപ്റ്റ് ചെയ്യാനുള്ളൊരു സമയമാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. ഓക്കെ, ഒരുപാട് നാളുകളായിട്ട് ഈ വ്യക്തിയെ നിങ്ങൾ ചേസ് ചെയ്യുന്നുണ്ടാവാം. പക്ഷേ ഇപ്പോൾ നിങ്ങൾ എപ്പോഴാണോ നിങ്ങളെ സ്നേഹിച്ച് തുടങ്ങിയത് ആ ഒരു സമയം മുതലാണ് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ മാറ്റങ്ങൾ വരുന്നത്. അതുകൊണ്ട് ഇപ്പോൾ നിങ്ങൾ പലരും ചൂസ് ചെയ്തിട്ടുള്ള പാത്ത് നിങ്ങൾക്ക് റൈറ്റ് ആയിട്ട് വരുന്നു എന്നാണ് കാണുന്നത്. പലരും ഇപ്പോൾ സെൽഫ് റെസ്പെക്റ്റ് ചെയ്യുന്നുണ്ട്, സെൽഫ് ലവ് ചെയ്യുന്നുണ്ട്. അതിൻ്റെ ഒരു ഫലം തീർച്ചയായിട്ടും നിങ്ങളുടെ ലൈഫിൽ വന്ന് ചേരും എന്ന് തന്നെയാണ് കാണുന്നത്. യെസ്, തീർച്ചയായിട്ടും ഈ ഒരു 48 hours നിങ്ങൾക്കിടയിൽ ഒരു റീയൂണിയൻ പോസിബിലിറ്റി ഉണ്ട്. ഓക്കെ, ഇപ്പോൾ ഒരുപാട് പേരും വെയിറ്റ് ചെയ്തിരിക്കുന്നുണ്ടായിരുന്നു, ഒത്തിരി നാളുകളായിട്ട് വെയിറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കുന്നു. ഒരു റീയൂണിയന് വേണ്ടിയിട്ട് കാത്തിരുന്ന എല്ലാ വ്യക്തികൾക്കും ഈ ഒരു സമയത്ത് ആ ഒരു പോസിബിലിറ്റി ആണ് കാണുന്നത്. ആ ഒരു റീയൂണിയൻ എന്നുള്ള കാർഡാണ് നമുക്ക് വന്നിട്ടുള്ളത്. ആൻഡ് യെസ്, ഈ വ്യക്തിക്ക് ഇപ്പോൾ എത്രയും വേഗം നിങ്ങളുമായിട്ട് ഒന്നിച്ച് ചേരണം, നിങ്ങളെ മീറ്റ് ചെയ്യണം എന്നുള്ളൊരു ആഗ്രഹമുണ്ട്. അത്രയും ഒരു പാഷനാണ് ഈ വ്യക്തിക്ക് നിങ്ങളോടുള്ളത്. യെസ്, അതിന് വേണ്ടിയിട്ടുള്ള ഒരുപാട് യൂണിവേഴ്സൽ സയൻസ് നിങ്ങൾ കാണുന്നുണ്ടാവാം. എസ്പെഷ്യലി വൈറ്റ് കളർ ഫെതേഴ്സ് ആയിട്ടോ വൈറ്റ് കളർ ഫ്ലവേഴ്സ് ആയിട്ടോ ബട്ടർഫ്ലൈസ് ആയിട്ടോ ഒക്കെ നിങ്ങൾ കാണുന്നുണ്ട് എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ലൈഫിൽ ഈ ഒരു മാറ്റം സംഭവിക്കുമെന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കൂ. ഓക്കെ, യെസ്, ഇതിൽ കൂടുതൽ വ്യക്തത, ഇതിൽ കൂടുതൽ ക്ലാരിഫിക്കേഷൻ എനിക്കൊന്നും പറയാനില്ല. ഈ ഒരു സമയത്ത്
ഒത്തിരി പേർക്കും പോസിബിളാണ്. ഈ ഒരു വീഡിയോ നിങ്ങൾ വാച്ച് ചെയ്യുന്നുണ്ടെങ്കിൽ ഈ ടൈമിൽ നിങ്ങളിത് കാണുന്ന സമയത്ത് തന്നെ നിങ്ങളുടെ പേഴ്സണിൽ നിന്നുള്ള ഒരു മെസ്സേജ് അല്ലെങ്കിൽ ഒരു കോൾ നിങ്ങൾക്ക് വന്നിരിക്കും. തീർച്ചയായിട്ടും അതിനുള്ളൊരു പോസിബിലിറ്റി കാണുന്നുണ്ട്. ഓക്കെ, നിങ്ങൾ അത്രയും എനർജറ്റിക് ആയിട്ടിരിക്കുന്നുണ്ട്, അത്രയും പോസിറ്റീവായിട്ട് ചിന്തിക്കുന്നുണ്ട് എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ലൈഫിലേക്ക് ആ ഒരു കാര്യം വേഗം തന്നെ അട്രാക്റ്റ് ചെയ്ത് വരുമെന്നാണ് കാണുന്നത്. ഈ വ്യക്തി അത്രയും നിങ്ങളെ മീറ്റ് ചെയ്യാനും നിങ്ങളുമായിട്ട് കോണ്ടാക്ട് ചെയ്യാനും ആഗ്രഹിക്കുന്നുണ്ട്. ഓക്കെ, യെസ്, അവർ ഇതുവരെയും എക്സ്പ്രസ് ചെയ്തിട്ടില്ലാത്തൊരു പ്രണയവുമായിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നുണ്ട്. ഓക്കെ, വളരെ അധികം എനർജിയാണ് ഫീൽ ചെയ്യുന്നത്. നിങ്ങൾക്ക് ഇത്രയും നാളും ഉണ്ടായിരുന്ന ഒരു ഇംബാലൻസ് സിറ്റുവേഷനാണ് ലൈഫിൽ നിന്ന് മാറിപ്പോകുന്നത്. നിങ്ങളുടെ എനർജി ബാലൻസ് ആവുന്നു, മീൻസ് ആ വ്യക്തിയുടെ ആ ഒരു എനർജി നിങ്ങളുടെ അരികിലേക്ക് വരുന്നുണ്ട്. ആ വ്യക്തിയും നിങ്ങളും ഒന്നിച്ച് ചേർന്ന് തന്നെ നിങ്ങളുടെ ലൈഫിനൊരു പൂർണ്ണത വരുന്നു എന്ന് മാത്രം നിങ്ങൾ മനസ്സിലാക്കുക. ഓക്കെ, ആ വ്യക്തി നിങ്ങളുടെ അരികിൽ വരുന്ന സമയത്ത് നിങ്ങളുടെ പ്രണയവും എക്സ്പ്രസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ആ ഒരു മൊമെൻറ്റിന് വേണ്ടിയിട്ട് നിങ്ങൾ വെയിറ്റ് ചെയ്യുക. ഒത്തിരി പേർക്കും ഈ ഒരു റീഡിങ് നിങ്ങൾ കേൾക്കുന്ന സമയത്ത് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ആ വ്യക്തിയിൽ നിന്നുള്ള പോസിറ്റീവായിട്ടുള്ള ഒരു മറുപടി അല്ലെങ്കിൽ ഒരു റെസ്പോണ്ട് ഉണ്ടാവുന്നതായിരിക്കും. ഓക്കെ, ഈ ഒരു സമയത്ത് നമുക്കൊന്നുകൂടി ഒന്ന് ക്ലാരിഫൈ ചെയ്ത് നോക്കാം. വിൽ ദേ കം ബാക്ക് ടു യു വിത്തിൻ ദിസ് 48 hours? ഈ 48 hours നിങ്ങളുടെ പേഴ്സൺ നിങ്ങളുടെ അരികിലേക്ക് വന്നു ചേരുമോ? ദിസ് 48 hours വിൽ ദേ കം ബാക്ക് ടു യു? ഈ ഒരു 48 hours നിങ്ങളുടെ പേഴ്സൺ നിങ്ങളുടെ അരികിലേക്ക് വന്നു ചേരുമോ? റൈറ്റ്. ഓക്കെ, ഡിവൈൻ ടൈമിംഗ്. ഡെഫിനറ്റ്ലി ഈ ഒരു സമയം നിങ്ങളുടെ ലൈഫിലുള്ള ഡിവൈൻ ടൈമാണ് നിങ്ങളുടെ മുന്നിൽ വന്നിട്ടുള്ളത് എന്ന് മനസ്സിലാക്കുക. ഈ വ്യക്തി നിങ്ങളുമായിട്ട് ഒന്നിച്ച് ചേരാൻ ആഗ്രഹിക്കുകയാണ്. ഒരു ലോങ് ടേം കമ്മിറ്റ്മെൻറ്റ് നിങ്ങൾക്ക് നൽകാൻ ആഗ്രഹിക്കുകയാണ് ഈ ഒരു മൊമെൻറ്റിൽ. യെസ്, തീർച്ചയായിട്ടും നിങ്ങളുടെ ലൈഫിൽ ഒത്തിരി മാറ്റങ്ങളാണ്, ഒത്തിരി സന്തോഷകരമായ നിമിഷങ്ങളാണ് വന്നു ചേരുന്നത് എന്ന് കാണുന്നു. അതുപോലെ തന്നെ നിങ്ങളിൽ പലരും മാനിഫെസ്റ്റേഷൻ ചെയ്യുന്നുണ്ട് എങ്കിൽ തീർച്ചയായിട്ടും അതിനുള്ള ഒരു ഫലം നിങ്ങൾക്ക് ലഭിക്കുമെന്നുമാണ് കാണുന്നത്. ഓക്കെ, അത്രയേറെ മാറ്റങ്ങളാണ് നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നത്. ഇത്രയും നാളും നിങ്ങൾ വെയിറ്റ് ചെയ്തിരുന്ന ആ ഒരു ഡിവൈൻ ടൈമാണ് ഈ ഒരു മൊമെൻറ്റ് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. ഓക്കെ, ഇതുവരെയും നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു മൊമെൻറ്റ് മുതൽ നിങ്ങൾ ആ ഒരു കാര്യം ചെയ്യാൻ ശ്രമിക്കുക. പോസിറ്റീവായിട്ടുള്ള അഫർമേഷൻസ് പറയാൻ ശ്രമിക്കുക. എല്ലാ കാര്യങ്ങളും പോസിറ്റീവായിട്ട് എടുക്കുക. ഓക്കെ, ലൈഫിലുള്ള എല്ലാ കാര്യങ്ങളും, എല്ലാ നെഗറ്റിവിറ്റീസ് ആയിരുന്നാലും നിങ്ങളെ വേദനിപ്പിക്കുന്ന കാര്യങ്ങളായിരുന്നാലും എല്ലാം അത് എൻ്റെ നന്മയ്ക്ക് വേണ്ടിയാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കുന്ന നിമിഷം മുതൽ നിങ്ങളുടെ ലൈഫ് മാറും എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. ഓക്കെ, ഒരുപാട് പോസിറ്റിവിറ്റീസ് നിങ്ങളുടെ ലൈഫിൽ വരാനായിട്ട് വെയിറ്റ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് നിങ്ങളതെല്ലാം അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്. ഈ ഒരു എനർജി എല്ലാം നിങ്ങൾ അക്സെപ്റ്റ് ചെയ്യുക. മാക്സിമം നിങ്ങൾ ഈ കാര്യങ്ങളെല്ലാം ഉൾക്കൊണ്ട് തന്നെ മുന്നോട്ട് പോകാൻ ശ്രമിക്കുക. ഒരുപാട് മാറ്റങ്ങൾ നിങ്ങളുടെ ലൈഫിൽ വന്ന് ചേരുമെന്ന് തന്നെയാണ് കാണുന്നത്. ഓക്കെ, യെസ്. ഓക്കെ, ഈ ഒരു സമയത്ത് അവരെന്താണ് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് എന്നുകൂടി നമുക്ക് നോക്കാം. ഈ ഒരു സമയത്ത് നിങ്ങളുടെ പേഴ്സൺ എന്താണ് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത്? ഈ ഒരു സമയത്ത് നിങ്ങളുടെ പേഴ്സൺ എന്താണ് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത്? ഈ വ്യക്തി എന്താണിപ്പോൾ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത്? ഓക്കെ, ടെൽ യു റൈറ്റ് നൗ. അവരെന്താണ് ഈ ഒരു സമയം നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നതെന്ന് നോക്കാം. പ്ലീസ് ഫർഗീവ് മീ, ഐ എം സോറി. ഓക്കെ, അവരോട് നിങ്ങൾ ക്ഷമിക്കുക. അവർ നിങ്ങളോട് സോറി പറയാണ്. മേ ബി അവർ നിങ്ങളോട് എന്തെങ്കിലും തെറ്റ് ചെയ്ത് പോയതായിട്ടുള്ളൊരു ഫീലിങ്സ് ഉണ്ടാവാം. ഐ എം മിസ്സിങ് യു സോ മച്ച് റൈറ്റ് നോ. ഐ വിഷ് യു കുഡ് ഹിയർ ബിസൈഡ് മീ. ഐ മിസ് യു. അത്രമാത്രം ആ വ്യക്തിക്ക് നിങ്ങളെ മിസ്സ് ചെയ്യുന്നു എന്ന് പറയാണ്. ഈ ഒരു മൊമെൻറ്റിൽ പോലും നിങ്ങൾ അവരുടെ അരികിൽ ഉണ്ടാവണം എന്നവർ ചിന്തിക്കുന്നുണ്ട്. I didn't realize earlier that this love is deep inside me. ഓക്കെ, ഈ ഒരു നിമിഷം ഈ വ്യക്തി മനസ്സിലാക്കുന്നൊരു കാര്യം ഇത്രയധികമായിട്ടുള്ളൊരു പ്രണയം അവരുടെ ഉള്ളിൽ നിങ്ങൾക്കായിട്ടുണ്ട് എന്നുള്ളത് ആണ്. അതിന് മുമ്പ് വരെ അല്ലെങ്കിൽ നിങ്ങളുമായിട്ട് കോണ്ടാക്റ്റിൽ ഉണ്ടായിരുന്ന സമയത്ത് പോലും ആ വ്യക്തിക്ക് നിങ്ങളോട് എത്രമാത്രം പ്രണയമാണ് ഉണ്ടായിരുന്നത് എന്ന് മനസ്സിലാക്കിയിരുന്നില്ല. ഐ സ്റ്റാർട്ട് മിസ്സിങ് യു ദ മൊമെൻറ്റ് യു ലിവ്. ഈ ഒരു നിമിഷം, അതായത് നിങ്ങൾ എപ്പോഴാണോ അവർക്ക് നഷ്ടമായത് ആ ഒരു നിമിഷം മുതൽ അവർക്ക് നിങ്ങളെ മിസ്സ് ചെയ്യാൻ തുടങ്ങുന്നു. ആൻഡ്
I just feel so much for you. I would like to come to you, but I fear you will never forgive me. ഓക്കെ, ഇപ്പോൾ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരുപാട് ഫീലിങ്സ് ആണ് അവർക്ക് ഉണ്ടാവുന്നത്. ഓക്കെ, നിങ്ങളുടെ അരികിലേക്ക് വരണമെന്ന് അവർ ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷേ നിങ്ങൾ അവരോട് ക്ഷമിക്കുമോ, നിങ്ങൾ അവരെ അക്സെപ്റ്റ് ചെയ്യുമോ എന്നുള്ളൊരു കാര്യമാണ് അവർക്ക് ആ ഒരു ഭയം ഉള്ളത്. ഓക്കെ, ആൻഡ് യു വെയർ റോങ്, നിങ്ങളവരെ തെറ്റിദ്ധരിച്ചിട്ടുള്ളതാണ് എന്ന് പറയുകയാണ്. യു ആർ മൈൻ, ഐ ലവ് യു. ഓക്കെ, നിങ്ങൾ അവരുടേതാണ്, അത്രമാത്രം അവർ നിങ്ങളെ പ്രണയിക്കുന്നുണ്ട്. ഓക്കെ, ഇത്രയും റൊമാൻറ്റിക് ആയിട്ടുള്ള മെസ്സേജസ് ആണ്. റൈറ്റ് നൗ ഐ ആം റിയലൈസിങ് ദാറ്റ് ഐ വാസ് സെൽഫിഷ് ആൻഡ് ഇമ്മച്വർ. പ്ലീസ് ഫർഗീവ് മീ, ഐ എം സോറി സോറി സോറി. ഓക്കെ, അവരുടെ സെൽഫിഷ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഇമ്മച്വർ ആയിട്ടുള്ള ഒരു തീരുമാനം അല്ലെങ്കിൽ ഒരു ചിന്തയാണ് നിങ്ങളെ തമ്മിൽ സെപ്പറേറ്റഡ് ആക്കിയിട്ടുള്ളത് എന്ന് ഈ വ്യക്തി മനസ്സിലാക്കുന്നുണ്ട്. അതുകൊണ്ട് ആ തെറ്റുകളെല്ലാം നിങ്ങൾ ക്ഷമിക്കുക എന്ന് അവർ നിങ്ങളോട് പറയുകയാണ്. ആൻഡ് ഐ എം ലുക്കിംഗ് അറ്റ് യുവർ പിക്ചർ. ഓക്കെ, ഈ ഒരു സമയത്ത് അവർ നിങ്ങളുടെ പിക്ചർ നോക്കിയിരിക്കുകയാണ് എന്ന് പറയുകയാണ്. അത്രമാത്രം അവർക്ക് നിങ്ങളെ മിസ് ചെയ്യുന്നുണ്ടാവാം. ഐ ഫിയർ യു വിൽ നെവർ ഫർഗീവ് മീ. ഓക്കെ, റിപ്പീറ്റായിട്ട് ആ ഒരു മെസ്സേജാണ്, ഈ ഒരു കാര്യം തന്നെയാണ് ആ വ്യക്തിയുടെ മനസ്സിലുള്ളത്. അവർക്ക് ഒരു ചാൻസ് കൂടി നിങ്ങൾ നൽകുമോ എന്ന് പോലും അവർ ചിന്തിക്കുന്നുണ്ടാവാം. അതുകൊണ്ടാണ് അവർ വീണ്ടും പറയുന്നത് നിങ്ങൾ അവരോട് ക്ഷമിക്കുമോ എന്ന് ഉള്ളൊരു കാര്യം അവർ വീണ്ടും വീണ്ടും നിങ്ങളോട് പറയുകയാണ്. ഓക്കെ, ഐ വിൽ കോൾ യു സൂൺ. ഓക്കെ, തീർച്ചയായിട്ടും ഈ വ്യക്തി നിങ്ങളെ കോൾ ചെയ്യുമെന്നുള്ളതിൻ്റെ ഒരു ക്ലാരിഫിക്കേഷൻ ഈ ഒരു മെസ്സേജിലൂടെ നമുക്ക് മനസ്സിലാക്കാം. അവർ വളരെ പെട്ടെന്ന് തന്നെ മേ ബി നിങ്ങൾ ഈ വീഡിയോ വാച്ച് ചെയ്യുന്ന സമയത്ത് തന്നെ ആ വ്യക്തിയിൽ നിന്നുള്ളൊരു കോൾ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. വിൽ യു വെയിറ്റ് ഫോർ മീ, അവർക്ക് വേണ്ടിയിട്ട് നിങ്ങൾ വെയിറ്റ് ചെയ്യുമോ? ഓക്കെ, തികച്ചും പോസിറ്റീവായിട്ടുള്ള രീതിയിൽ നിങ്ങളെ അപ്രോച്ച് ചെയ്യാൻ ഈ വ്യക്തി ഇപ്പോൾ ഡിസിഷൻ എടുത്തിട്ടുണ്ടായിരിക്കണം. അതുകൊണ്ട് തന്നെയാണ് ഇത്രയും പോസിറ്റീവായിട്ടുള്ള എനർജീസ് വന്നിട്ടുള്ളത്. ഇത് ജനറൽ റീഡിംഗ് ആണ്, അതുകൊണ്ട് എല്ലാ പേർക്കും ഒരുപോലെ റെസനേറ്റ് ആവണമെന്നില്ല. എങ്കിൽ പോലും മാക്സിമം ഒത്തിരി പേർക്കും ഇത് ആ ഒരു പോസിബിലിറ്റി കാണുന്നുണ്ട്. ഓക്കെ, ഇതൊക്കെയാണ് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളോടായി പറയാൻ ആഗ്രഹിക്കുന്ന മെസ്സേജസ് ആയിട്ട് നമുക്ക് ലഭിച്ചിട്ടുള്ളത്. ഇനി ഈ റിലേഷൻഷിപ്പായിട്ട് കണക്ട് ചെയ്ത് വരുന്ന ക്ലൂസ് കൂടി നമുക്കൊന്ന് നോക്കാം. ക്ലൂസ് കണക്റ്റിംഗ് ടു ദിസ് റിലേഷൻഷിപ്പ്. ക്ലൂസ് കണക്റ്റിംഗ് ടു ദിസ് റിലേഷൻഷിപ്പ്. ഓക്കെ, ഒത്തിരി ക്ലൂസ് വന്നിട്ടുണ്ട്. ടോക്കറ്റീവ്, മേ ബി നിങ്ങളോ നിങ്ങളുടെ പേഴ്സണോ കൂടുതലായിട്ടും ടോക്കറ്റീവായിട്ടുള്ള വ്യക്തികളായിരിക്കണം. പെട്ടെന്ന് ഇമോഷണൽ ആകുന്ന വ്യക്തികളായിരിക്കാം. സോഷ്യൽ മീഡിയ കണക്ഷൻ വഴി റിലേഷൻഷിപ്പിലായ വ്യക്തികളായിരിക്കണം. 26 ഇമ്പോർട്ടൻ്റ് ആണ്. നമ്പർ 4. ഓക്കെ, 22 വന്നിട്ടുണ്ട്. ബ്ലൂ കളർ ഇഷ്ടമുള്ള വ്യക്തികൾ ഉണ്ടാവാം. നമ്പർ 16, 27, ലെറ്റർ I, ലെറ്റർ J. ഓക്കെ, ലിറ്റിൽ ബിറ്റ് ഓഫ് ടൈം, വളരെ ചെറിയ സമയത്തിനുള്ളിൽ എന്ന് തന്നെയാണ് പറയുന്നത്. ആൻഡ് നമ്പർ 18, 14. ഓക്കെ, ലെറ്റർ R. ജൂലൈ മന്ത് ഈസ് ഇമ്പോർട്ടൻറ്റ് ഫോർ ദിസ് റിലേഷൻഷിപ്പ്. കെയറിങ്, ഒരുപാട് കെയറിങ് ആയിട്ടുള്ള ക്യാരക്ടറാണ്. ലെറ്റർ T, ലെറ്റർ S. ലവബിൾ ആയിട്ടുള്ള വ്യക്തിയാണ്. കാപ്രിക്കോൺ. ഓക്കെ, ഇതൊരു സോഡിയക് സൈനാണ്. ഈ ഒരു സോഡിയക് സൈനിൽ ചിലപ്പോൾ നിങ്ങളോ നിങ്ങളുടെ പേഴ്സണൽ ഈ ഒരു സോഡിയക് സിമ്പിൾ ഉള്ള വ്യക്തികളായിരിക്കാം. നമ്പർ 9, 25 ആൻഡ് ഓഗസ്റ്റ് മന്ത്. ഓക്കെ, ആൻഡ് വൈറ്റ് കളർ. ഓക്കെ, സോഷ്യൽ വർക്കർ. ഓക്കെ, ലെറ്റർ I, ജൂൺ മന്ത് ആൻഡ് ഫൈനലി ലെറ്റർ R. ഇതൊക്കെയാണ് നിങ്ങളുടെ റിലേഷൻഷിപ്പുമായിട്ട് കണക്ട് ചെയ്ത് വന്നിട്ടുള്ള ക്ലൂസ്. ഈ ഒരു ക്ലൂസുമായിട്ട് നിങ്ങളുടെ റിലേഷൻഷിപ്പിന് എന്തെങ്കിലും കണക്ഷൻ തോന്നുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ കമൻറ്റ് ചെയ്യുക. റീഡിംഗ് റിസണേറ്റ് ആവുന്നുണ്ടെങ്കിലും കമൻറ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇന്നത്തെ റീഡിംഗ് ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. റീഡിംഗ് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് എല്ലാ പേർക്കും ഒരുപോലെ റെസനേറ്റ് ആവില്ല. നിങ്ങൾക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണെങ്കിൽ മാത്രം അക്സെപ്റ്റ് ചെയ്യുക, അല്ലാത്ത കാര്യങ്ങൾ വിട്ടേക്കുക. അപ്പോൾ ഇനി നമുക്ക് നെക്സ്റ്റ് ഒരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. അതുവരെയും ബൈ ബൈ.